അപ്പോൾ ഇത് ഇതിൻ്റെ തലേന്നാണ് കേട്ടോ. എൻ്റെ ഇളയച്ചൻ്റെ കുട്ടി ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് കമ്പത്തിരി പൂക്കുറ്റി കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ മിച്ചുമോൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ മെഹന്തി ഇടാനാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നാൾ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ രാത്രി 1 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് രാവിലെ വാപ്പ പെരുന്നാൾ കുത്തുബ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വാപ്പാക്ക് വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് അതാട്ടോ കൊടുത്തത്. അങ്ങനെ ബ്രദറും മോനും ഉണ്ടായിരുന്നു. അവരങ്ങനെ വീട്ടിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തിനു മോളെ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അവളെ കുളി അവളെ ഡ്രസ്സ് മാറ്റലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വാപ്പി അവരും ഇത്താൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് എൻ്റെ ബിരിയാണി എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അത് അമ്മൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനും മിച്ചുമോളും മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മിച്ചുമോളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇളയച്ചൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കുട്ടികളെ ഫോട്ടോ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ഉമ്മയും നാത്തൂനും ആങ്ങളെ എത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികളും കേട്ടോ. അങ്ങനെ അവർ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എമ്മയും നാത്തൂനും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആങ്ങൾക്ക് പിന്നെ ഒരു വേറെ ക്ഷണം ഉണ്ടായിരുന്നു, അവൻ അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ കൊണ്ടുവരാൻ വരുന്നത് 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും വീട്ടിലോട്ട് 4 മണി കഴിഞ്ഞപ്പോൾ അവരും പോയി. പിന്നെ ഞാനും മിച്ചുമോളും മാത്രമേ കേട്ടോ. ഇതിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ സിസ്റ്ററെ വീട്ടിലാണ്. പിന്നെ എൻ്റെ ഇളയച്ചൻ്റെ കുട്ടി വൈകുന്നേരം ആയപ്പോൾ വന്ന് വീണ്ടും അവന് പൂക്കുറ്റിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ദിൻമോളെ കൊടുന്നാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്ററെ മോന് വന്നിട്ടുണ്ടായിരുന്നു. അവന് ഞാൻ പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് അവൻ്റെ വീട്ടിലോട്ട് വിട്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഈദ് വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.